കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എറണാകുളത്ത് എൻ്റെ ഒരു അധ്യാപകനെ ബഹുമാനപൂർവ്വം നഗരം സ്മരിക്കുന്ന പല പരിപാടികളിലും പങ്കെടുക്കേണ്ടി വരുന്നുണ്ട്. ആ അധ്യാപകൻ സാനു മാഷാണ്. വെറുതെ കൗതുകത്തിന് ആലോചിക്കുമ്പോൾ എന്താണ് ഇത്രമാത്രം ഒരു ജനതയുടെ മുഴുവൻ ആദരം ഏറ്റുവാങ്ങത്തക്ക രീതിയിലുള്ള സവിശേഷത ആ വ്യക്തിക്കുള്ളത് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ സാനു മാഷിനെ പോലെ തന്നെ അധ്യാപകനായിരുന്നിട്ടുള്ള, ദീർഘകാലം അധ്യാപകനായിരുന്നിട്ടുള്ള, നന്നായി ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള പലരുമുണ്ട്. പൊതുരംഗം എന്ന് പറയുമ്പോൾ പ്രഭാഷകനായി പരിപാടിയിൽ പങ്കെടുക്കുക, അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി സാനു മാഷിനെ ഞാൻ എങ്ങനെ കാണുന്നു എന്ന് ഞാൻ തന്നെ ആലോചിക്കുമ്പോൾ, ഞാൻ ഒരു ക്ലാസ് മാത്രം, ഞാൻ 2 വർഷം BA പാരീസ് കോളേജിൽ ഇതിൻ്റെ ക്ലാസ്സിൽ മുടങ്ങാതെ ഇരുന്നിട്ടുള്ളതാണ്. പക്ഷെ അതിലൊരു ക്ലാസ് 1965 വർഷം വരെ ഓർക്കുന്നുണ്ട്, 65 അദ്ദേഹം നടത്തിയത്. അത് ഇന്നും എനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ വീക്ഷണത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു ക്ലാസ്സായിരുന്നു അത്. അന്ന് അദ്ദേഹം ക്ലാസ്സിൽ വന്നത് ടെക്സ്റ്റ് ബുക്കൊന്നും ഇല്ലാതെയാണ്. പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞതേയില്ല. പകരം ആഫ്രിക്കയിൽ അന്ന് 2 ഭൂഖണ്ഡങ്ങളൊക്കെയാണ് കോണ്ടിനെൻ്റ് അറിയപ്പെട്ടിരുന്നത്. ആഫ്രിക്കയിൽ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു ബ്രിട്ടീഷുകാരൻ, സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആൽബർട്ട് ഷ്വൈറ്റ്സർ മരിച്ച ദിവസമായിരുന്നു. അദ്ദേഹത്തിന് അന്നത്തെ ക്ലാസ്, സാനു മാഷിൻ്റെ അന്നത്തെ ക്ലാസ് ആൽബർട്ട് ഷ്വൈറ്റ്സറെ കുറിച്ചായിരുന്നു. ആൽബർട്ട് ഷ്വൈറ്റ്സറിൻ്റെ ജീവിതത്തിലെ ഒരു മാനിഫെസ്റ്റോ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരും അത് തന്നെയാണ്, റെവറൻസ് ഫോർ ലൈഫ് എന്നാണ്. ജീവിതത്തോടുള്ള ആദരം അല്ലെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യജീവൻ മാത്രമല്ല, സമസ്ത ജീവജാലങ്ങളോടുള്ള ആദരം. അത് നമ്മളുമൊക്കെ പലരും അങ്ങനെയൊക്കെ പറയാറുണ്ട്, അവകാശപ്പെടാറുണ്ട്. വൃക്ഷ സ്നേഹിയാണ്, വനത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമെങ്കിൽ ഷ്വൈറ്റ്സറുടേത് ഒരു സവിശേഷതയുള്ള ഒരു രീതിയായിരുന്നു, പ്രഖ്യാപനമായിരുന്നു. അതിനുള്ള അംഗീകാരമായി നൊബേൽ സമ്മാനം ലഭിച്ചു എന്ന് പറയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ റെവറൻസ് ഫോർ ലൈഫ്, ജീവനോടുള്ള ആദരം എന്നത് അത് മാനവികതയുടെ ആദ്യ പാഠമാണ്. ഞാൻ മാനവികതയെക്കുറിച്ച് പറയാൻ കാരണം ഇവിടെ സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ ആ വാക്ക് ഉപയോഗിക്കേണ്ടായി, മാനവികത. കാരശ്ശേരി മാഷിനെ പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിലും ആ വാക്ക് കടന്നു വന്നു. മാനവികത, ഹ്യൂമനിസം എന്നൊക്കെ ഇംഗ്ലീഷ് പറയുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട്, ഇല്ലായ്മ ചെയ്തുകൊണ്ട്, വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മുന്നോട്ട് പോയാൽ അത് മാനവരാശിയുടെ തന്നെ വിനാശത്തിന് കാരണമായി തീരും എന്ന തിരിച്ചറിവും ഇന്ന് പലർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെ കാരശ്ശേരി മാഷിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോഴും എഴുതിയത് വായിക്കുമ്പോഴും അദ്ദേഹത്തിനും ഈ മാനവികത എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും എഴുതുന്നതിനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു അധ്യാപകനാണ്. അത്തരം അധ്യാപകർ അവരുടെ ക്ലാസ് മുറിയിൽ മാത്രമായി പരിമിതപ്പെട്ട് നിൽക്കുന്നില്ല, ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ സ്വത്താണ്. ആ രീതിയിലാണ് അവർ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുക എന്നത് വലിയ അപകടം പിടിച്ച കാര്യമാണെന്ന് വളരെ കൊണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് സോക്രട്ടീസ് നമ്മെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. പഠിപ്പിക്കുക എന്നത് അപകടമാണ്. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറയുക, വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുക. അതിന് സോക്രട്ടീസിന് ലഭിച്ച ശിക്ഷ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ ചിന്തിക്കുക, നല്ല രീതിയിൽ ചിന്തിക്കുക, അത് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. ചിലരൊക്കെ ആ അപകടം അല്ലെങ്കിൽ ഭവിഷ്യത്ത് ഒഴിവാക്കുന്നതിന് വേണ്ടി സംസാരിക്കാതിരിക്കും. മറ്റു ചിലർ ചില കാര്യങ്ങളിലൊക്കെ ഒരു മോഹവും പ്രതീക്ഷയും ഒക്കെ വെച്ച് പുലർത്തുന്നവർ അപ്പോഴും മിണ്ടാതിരിക്കുന്ന ശ്രദ്ധ പാലിക്കും. കുറേ പേർ അതിനൊന്നും വശപ്പെടാതെ അവർക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനിവിടെ വന്നപ്പോൾ കാരശ്ശേരി മാഷിൻ്റെതായി കണ്ട ഒരു ചെറിയ പുസ്തകം, വളരെ ചെറിയ പുസ്തകമാണ്. അത്
ഗാന്ധി വധം എന്ന പുസ്തകത്തിൻ്റെ പേര്. ഒരു ചിന്തകൻ എന്നൊക്കെ അവകാശപ്പെടുന്ന, സാമൂഹിക ചിന്തകൻ എന്നൊക്കെ അവകാശപ്പെടുന്ന രവിചന്ദ്രൻ, അദ്ദേഹം ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ, യൂട്യൂബിലൊക്കെ പ്രചരിപ്പിച്ച ചില കാര്യങ്ങൾ, അവയെ ഖണ്ഡിച്ചുകൊണ്ട്, വിമർശിച്ചുകൊണ്ട് യഥാർത്ഥ ഗാന്ധി ആരായിരുന്നു, യഥാർത്ഥ ഗാന്ധിസം എന്തായിരുന്നു, ഗാന്ധി വധിക്കപ്പെട്ടത് ഇതിനു വേണ്ടിയാണ്, ഇതൊക്കെ ഒരു ചെറിയ പുസ്തകത്തിൽ പേജുകളുടെ എണ്ണം കൊണ്ടാണ് ഈ ചെറുതെന്ന് പറഞ്ഞത് എഴുതാൻ മാഷിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ആത്മാർത്ഥതയിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അതൊരു പ്രശ്നമാണ്. നമ്മൾ എഴുതുമ്പോൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ആളിൻ്റെ വ്യക്തിത്വം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതും സാനമാഷോട് പഠിപ്പിച്ചൊരു പാഠമാണ്. കാരണം ഞാൻ മദർ തെരേസയ്ക്ക് നൊബേൽ സമ്മാനം കിട്ടിയപ്പോൾ ആ മദറിൻ്റെ ഒരു ജീവചരിത്രം മലയാളത്തിൽ ജീവചരിത്രമൊന്നും ഇറങ്ങിയിട്ടില്ല, എഴുതുകയുണ്ടായി. ആ പുസ്തകത്തെക്കുറിച്ചാണ് സാനമാഷ എന്ന് പറയുന്നത്, ഹൃദയത്തിൽ നന്മയുള്ളവർക്ക് നന്മ നിറഞ്ഞ ജീവിതങ്ങളെക്കുറിച്ച് എഴുതാൻ കഴിയും. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് സാനുമാഷ എന്തുകൊണ്ട് അവിസ്മരണീയനായ അധ്യാപകനായി അല്ലെങ്കിൽ അവിസ്മരണീയമായ സാമൂഹിക സാന്നിധ്യമായി എന്നൊക്കെ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് എല്ലാ പ്രദേശങ്ങളിലും അത്തരം ചില വ്യക്തികളുണ്ട്. എം.എൻ. കാരശ്ശേരിയെ മലയാളം ആദ്യം അറിയുന്നത് പത്രപ്രവർത്തകനായിട്ടാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അക്കാലത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ഇടം മാതൃഭൂമിയിൽ ലഭിക്കുകയും ചെയ്തു. പക്ഷെ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ട തൊഴിലാണെങ്കിലും ദീർഘകാലം അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. ഞാൻ പത്രപ്രവർത്തകനാകാൻ വേണ്ടി മാത്രം ജനിച്ച ആളാണ് എന്നായിരുന്നു എൻ്റെ ധാരണ. മരിക്കുന്നതുവരെ പത്രപ്രവർത്തകനായിരിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. എനിക്ക് പ്രവർത്തിക്കാൻ സാമാന്യം കൊള്ളാവുന്നൊരു പത്രത്തിൽ, ഇന്ത്യൻ എക്സ്പ്രസ് ഇന്നത്തെ എക്സ്പ്രസ് അല്ല, അന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പത്രമായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്. ആ പത്രത്തിൽ ജോലി ചെയ്യുന്നതിനുള്ള അവസരം കിട്ടിയതാണ്. പക്ഷെ അവിടെ ഇത് ദീർഘകാലം നിൽക്കാതെ എൻ്റെ വേറൊരു വഴിക്ക് പോയി, അഭിഭാഷകനായി, പിന്നെയും വേറൊരു വഴിക്ക് പോയി, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനായി. അങ്ങനെ ഒരു യാത്ര. ഈ റോളിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകൻ റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ മോസ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഉപന്യാസം ഇംഗ്ലീഷിൽ എഴുതാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ എൻ്റേത് മാത്രം, ഞാൻ കൊടുത്ത ഉത്തരം മാത്രം ആ അധ്യാപകൻ മാറ്റിവെച്ചു. എന്നെ വളരെ ഗൗരവത്തോടെ ശാസിക്കുകയുണ്ടായി. കാരണം ഞാൻ എഴുതിയത് റോളിംഗ് സ്റ്റോൺ ആയിരിക്കുന്നതാണ് അഭികാമ്യം എന്നാണ് എഴുതിയത്. ഏതെങ്കിലും ഒരു കടവിൽ കെട്ടിക്കിടന്ന് പായൽ പിടിച്ച് പൂപ്പൽ പിടിച്ച് കിടക്കുന്നത് നല്ലത്. ഒഴുകുക, ഒഴുക്കിനെതിരെ ഒഴുകുക. അപ്പോൾ ഒരു നമ്മുടെ ഒരു മിനുസം കിട്ടും ആ കല്ലിന് എന്നൊക്കെയാണ് അന്ന് എഴുതി കൊടുത്തത്. അതുപോലെ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ തന്നെ കാരശ്ശേരി ഭാഷ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് പദവി മാത്രമല്ല, തൊഴിൽ മേഖല തന്നെ മാറുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായത്, അല്ലെങ്കിൽ അവസരം ഉണ്ടാക്കിയത്. അത് അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അത് എഴുതിയതിൻ്റെ എഴുത്തിൻ്റെ 60 വർഷം പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തെക്കാൾ എനിക്ക് 3 വയസ്സ് വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ വന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ കണക്കൂട്ടി നോക്കി, എൻ്റെ ആദ്യത്തെ ഒരു ലേഖനം അച്ചടിച്ചു വന്നത് ഏത് വർഷമാണ്? നമുക്കിപ്പോൾ 65 വർഷമായിട്ടാണ്. ഒരു ആഘോഷത്തിനുള്ള ഒരു സാധ്യത ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നു. പക്ഷെ ആഘോഷം ഉണ്ടായില്ല നമുക്ക്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഈ 60 കൊല്ലം മാതൃഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ട് കാരശ്ശേരി മാഷ എഴുതിയിരുന്നെങ്കിൽ, നിരന്തരം എഴുതുമായിരുന്നല്ലോ, എഴുതാനുള്ള അവസരം ഉണ്ടല്ലോ, എഴുതിയിരുന്നെങ്കിൽ അതിനെന്തെങ്കിലും ഇന്ന് അവശേഷിക്കുമായിരുന്നുവോ എന്നൊരു ചോദ്യം എന്നെക്കുറിച്ച് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ എഴുതിയ ലേഖനങ്ങൾ ഈ 65 കൊല്ലം കൊണ്ട് എഴുതിയതിൻ്റെ എണ്ണം നോക്കിയാൽ വളരെ വലുതായിരിക്കും. അതിലിപ്പോൾ ഒന്നും സൂക്ഷിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന പഴയ കടലാസുകൾക്ക് ഒരു കാരണവുമില്ലാതെ അപ്രത്യക്ഷമാകുന്നതിനുള്ളൊരു വാസനയുണ്ട്. പിന്നെ എല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും.
മാത്രമല്ല ഈ പത്രം, ഞാൻ ഈ പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി, പത്രങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി 1% പോലും വിട്ടുവീഴ്ചയില്ലാതെ വാദിക്കുന്ന ആളാണ്. പല സന്ദർഭങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പറയുകയാണ്, ഈ പത്രം എന്ന് പറയുന്നത് അതിരാവിലെ ഇങ്ങനെ വിടർന്നു വരും, സന്ധ്യയാകുമ്പോൾ പൊഴിഞ്ഞു പാടിപ്പോകും. അത്രയേ ഉള്ളൂ ആയുസ്. ഈയിടയ്ക്ക് ഒരു പത്രത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഓണപ്പതിപ്പിന് വേണ്ടി, ജനാധിപത്യവും മാധ്യമങ്ങളും ഒരു സ്ഥിരം വിഷയമാണ് സെമിനാർ നോക്കിയത്, ഒരു ലേഖനങ്ങൾ ആവശ്യപ്പെട്ടു. അത് ആ ചിന്ത വന്നപ്പോഴും എൻ്റെ മനസ്സിൽ വന്നത് ജനാധിപത്യം ഇന്ത്യയിലല്ല, ലോകത്തിലെ തന്നെ ആഥൻസിൽ, അതാണ് ക്രാഡിൽ ഓഫ് ഡെമോക്രസി, ആഥൻസിൽ ജന്മമെടുത്ത ജനാധിപത്യം. അതെത്ര വർഷം മുമ്പ്? 2500 കൊല്ലം മുമ്പാണ്, സോക്രട്ടീസിൻ്റെ ഒക്കെ കാലത്ത്. അത് ഉൾപ്പെടെ ഇങ്ങോട്ട് 1215 ഇംഗ്ലണ്ടിൽ മാഗ്ന കാർട്ട ഉപയോഗിക്കുന്നു. അവിടെ നിന്നാണ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ തുടക്കം. അക്കൗണ്ടബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാഗ്ന കാർട്ടയിലാണ് വരുന്നത്. 700 വർഷത്തെ ചരിത്രമുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിന്. ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലും പത്രങ്ങൾ ഉണ്ടായിരുന്നിട്ടേയില്ല. പത്രങ്ങളുടെ സഹായത്തോടെയല്ല ജനാധിപത്യം വികസിതമായത്. വിചിത്രമായ വാദമായി നമുക്ക് തോന്നിയേക്കാം. കാരണം ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ പത്രങ്ങൾ വേണം എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഞാനിപ്പോൾ ഒന്ന് മാറ്റി പറയുന്നു. അപ്പോൾ ജനാധിപത്യവും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം അത്രയുള്ളൂ. ഇനി ഈ പത്രങ്ങളൊക്കെ പറയുന്നത് പോലെയാണോ ജനങ്ങൾ തീരുമാനമെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളിപ്പോൾ 50ാം വർഷ അനുസ്മരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അടിയന്തരാവസ്ഥ. 21 മാസം അന്ന് ഞാൻ പ്രവർത്തകനാണ് ഇന്ത്യൻ എക്സ്പ്രസിൽ. അടിയന്തരാവസ്ഥയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അപകടകരമായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്. അവിടെ 21 മാസം അതികഠിനമായ സെൻസർഷിപ്പിന് വഴങ്ങി ആണ് പത്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ട ആ പത്രങ്ങളാണ് 21 മാസവും ജനങ്ങൾ വായിച്ച് സ്വയം ഒരു കണ്ടീഷനിലായത്. പക്ഷെ ആ ജനങ്ങൾ 1977 വോട്ട് ചെയ്യാൻ പോയപ്പോഴും ഈ പത്രങ്ങൾ വായിച്ചോ അല്ലെങ്കിൽ പത്രങ്ങൾ നയിച്ച വഴിയെ അല്ലല്ലോ ആ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോയത്. നമ്മളിപ്പോൾ ഈ ബീഹാറിൽ ഒരു വിഷയമുണ്ടല്ലോ, അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം പേരെ കാണാനില്ല എന്നൊക്കെയുള്ളത്. ബീഹാറിലെ വോട്ടിന് വലിയ മൂല്യം കൽപ്പിക്കുന്നതാണ്. കാരണം 1977 UP-യിലും ബീഹാറിലും രേഖപ്പെടുത്തപ്പെട്ട വോട്ട്, ആ വോട്ടിന്റെ മൂല്യത്തിലും കരുത്തിലുമാണ് അന്നത്തെ ഏകാധിപത്യം ഇല്ലാതായത്. ആ ഏകാധിപതി പരാജയപ്പെട്ടത്. അപ്പോൾ എവിടെയാണ് ഈ പത്രവും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധം, അടുപ്പം എന്ന് ചോദിച്ചത്? ഇനി കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഏർപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അത് വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഉള്ള ചിത്രീകരണത്തോടെയാണ് മനോരമ പുറത്തു വന്നത്. 1-ാം തീയതി ആ ചിത്രീകരണത്തിൽ ആ യന്ത്രത്തിൽ വിരൽ അമർത്തണം. ആ വിരൽ അമർത്തുന്നത് കോൺഗ്രസിന്റെ ചിഹ്നത്തിലാണ്. അത്ര പരസ്യമായി പ്രത്യക്ഷമായി ഒരു പക്ഷം പിടിച്ച് മനോരമയും മാതൃഭൂമിയും അങ്ങനെ എല്ലാ പത്രങ്ങളും ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ പറയുക എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്. 111 സീറ്റ് അന്ന് നിയമസഭയിൽ UDF-ന് ലഭിക്കും എന്ന് പ്രവചിച്ചിട്ടും മുഖ്യമന്ത്രിയായത് E.K. നഗാരായിരുന്നു. പലവട്ടം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അങ്ങനെ പലതും ആലോചിച്ച് പോകുമ്പോഴാണ് ജനാധിപത്യത്തിന്റെയും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെയും ചരിത്രത്തിലെ ഏറ്റവും പ്രോജ്വലമായ ഒരു ഏടാണ് ഫ്രഞ്ച് വിപ്ലവം. അവിടെ ഉണ്ടായിരുന്ന പത്രങ്ങൾ, അവിടെ പത്രങ്ങളില്ല. അപ്പൊ ഇപ്പോൾ എൻ്റെ ചിന്തയിൽ വരുന്നത് പത്രത്തിന്റെ പ്രാധാന്യം മാറ്റിവെച്ചിട്ട് നമുക്ക് പുസ്തകങ്ങളിലേക്ക് തിരിയാം എന്നുള്ളതാണ്. പുസ്തകങ്ങൾക്കൊരു ശാശ്വതമായ നിലനിൽപ്പുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തയുണ്ടാകുന്നത്.
ഫ്രഞ്ച് വിപ്ലവം നടന്ന് അവിടുത്തെ അന്നത്തെ ലൂയി 16 ചക്രവർത്തി ജയിലിൽ കിടക്കുമ്പോൾ പറഞ്ഞത്, ആ നശിച്ച രണ്ടാളുകൾ അവർ കാരണമാണ് ഞാനിവിടെ ഈ അവസ്ഥയിലായത്. ചക്രവർത്തി പറഞ്ഞ രണ്ടുപേര് വോൾട്ടയറും റൂസോയും ആയിരുന്നു. അച്ചടി സാമഗ്രികളുടെ മേൽ ഭരണകൂടത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നുവെങ്കിൽ ഊർബൻ രാജാക്കന്മാരുടെ, അത് ഫ്രാൻസ് ഭരിച്ച രാജാക്കന്മാരുടെ കാലത്തിന് അന്ത്യം വരില്ലായിരുന്നു എന്നവർ പറഞ്ഞത് നെപ്പോളിയനാണ്. അപ്പം അച്ചടിയുടെ പ്രാധാന്യം നമ്മൾ കുറച്ച് കാണുന്നില്ല. നമ്മൾ ഈ ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന് പറയുമ്പോൾ ആ പ്രസിന്റെ പരിഭാഷ നമ്മളിപ്പോൾ പത്രം ആയി കാണുന്നുണ്ടെങ്കിലും മുദ്രണശാല, അച്ചുകൂട, അച്ചടിക്കുന്നതിനുള്ള ശാല, ഇത്രേ ഉള്ളൂ പ്രസ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അച്ചടിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് മിൽട്ടൺ ഉൾപ്പെടെയുള്ളവരൊക്കെ അന്ന് പൊരുതിയിട്ടുള്ളത്. സ്വതന്ത്രമായി എന്തും അച്ചടിക്കുക. ആ സ്വതന്ത്രമായി അച്ചടിക്കുന്നത് പുസ്തകമാകുമ്പോൾ അത് നിലനിൽക്കും. പുസ്തകത്തിന്റെ ഈ ശാശ്വതമായ ആ നിലനിൽപ്പിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് പുസ്തകങ്ങളെ നശിപ്പിക്കുന്നത്. അലക്സാൻഡ്രിയയിലെ പണ്ടത്തെ ആ വലിയ ലൈബ്രറി അത് അഗ്നിക്കരയായത് മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായാണ് കണക്കാക്കപ്പെടുന്നത്. അതൊന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഞാനിപ്പോൾ പതുക്കെ പുസ്തകങ്ങളുടെ പുസ്തക ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു, അന്ന് സാന്ദർഭികമായി പറഞ്ഞതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാരശ്ശേരി മാഷ് പത്രത്തിലെ ജോലി അവസാനിപ്പിച്ചത്. അദ്ദേഹം ധാരാളമായി എഴുതി തുടങ്ങിയത്. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് ഈ പുസ്തകത്തിന്റെ കാര്യം നേരത്തെ പരാമർശിച്ചത്, ഗാന്ധി വധം എന്ന ആ പുസ്തകം. അപ്പൊ 60 വർഷം അദ്ദേഹം എഴുതി എന്ന് പറയുമ്പോൾ അതിൽ പലതും ഇപ്പോൾ കിട്ടും ഞാൻ കരുതുന്നില്ല. നിലനിൽക്കുന്ന സുരക്ഷിതമായി എവിടെയും ഉണ്ടാകും ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിലും പത്രത്തിന് വേണ്ടി എഴുതുന്നതെല്ലാം സമാഹരിച്ചതിന് പുസ്തകത്തിന്റെ ഗാംഭീര്യം ഉണ്ടാകുകയില്ല. വളരെ സ്വതന്ത്രമായ നിലയിൽ അദ്ദേഹം പലതും എഴുതിയിട്ടുണ്ട്. അത് പുസ്തകങ്ങളുടെ രൂപത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ എഴുതുകയും നിരന്തരം എഴുതുകയും ഒരു ജനതയെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ഇവിടെ മാനവം എന്ന അർത്ഥപൂർണമായ പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടന, ഈ കൂട്ടായ്മ കാരശ്ശേരി മാഷിനെ അനുമോദിക്കുന്നത്. പുസ്തകമാണ് ചിന്തയ്ക്ക് കാരണമാകുന്നത്. ചിന്തിക്കുന്ന ജനത മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പറയുന്നത്, റൂസോയ്ക്കൊപ്പം ഒരു ജനത ചിന്തിക്കാൻ തയ്യാറായതുകൊണ്ട് വളരെ വിപ്ലവം സാധ്യമായി എന്നാണ്. പത്രങ്ങൾ ചരിത്രത്തിലെ ഏതെങ്കിലും വിപ്ലവത്തിന് കാരണമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കലാപത്തിന് കാരണമായിട്ടുണ്ട്. കലാപത്തിനും ലഹളയ്ക്കും വർഗീയ ലഹളയ്ക്കും എല്ലാം പത്രങ്ങൾ കാരണമായിട്ടുണ്ട്. പക്ഷേ ശരിയായ വിപ്ലവം, റവല്യൂഷൻ എന്ന് വാക്കുകൾ ഉദ്ദേശിക്കുന്ന ശരിയായ വിപ്ലവം, അത് നടക്കുന്നത് പുസ്തകങ്ങളുടെ പ്രേരണയിലാണ്. അതുകൊണ്ട് 60 വർഷം, 6 ദശാബ്ദമാണ് കാരശ്ശേരി മാഷ് നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരങ്ങളൊക്കെ അസ്തമിച്ചു പോകും. അപ്പോഴും എഴുതിയത്, രേഖപ്പെടുത്തപ്പെട്ടത് നിലനിൽക്കും. അതിന് നമ്മൾ ഇനിയും കൂടുതൽ പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമുക്ക് നൽകണം എന്നാണ് അദ്ദേഹത്തെ നിർബന്ധിക്കുന്നുമുണ്ട്. അതിൻ്റെ ഒരു രൂപമാണ് ഇന്നിവിടെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ, ഗ്രാമം നഗരസഭയാണെന്നുണ്ട്, ഏതായാലും ഈ പ്രദേശത്തെ ജനാവലി, പൗരാവലി അദ്ദേഹത്തിന് ഇവിടെ നന്ദി പറയുന്നു, അദ്ദേഹത്തിന് മംഗളം നേരുന്നു. അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ ആ ജീവിതം ഏറെക്കാലം നീണ്ടു നിൽക്കട്ടെ, അതിൻ്റെ പ്രയോജനം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.